സാമവേദത്തിൻ്റെ മൂലഗ്രന്ഥത്തിന് 3 പുനരാഖ്യാനങ്ങളുണ്ട്. കൗതുമ, രായനിമ, ജൈനിമ എന്നിവയാണവ. മറ്റു വേദങ്ങളെപ്പോലെ സാമവേദത്തിനും നിരവധി പാഠതലങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പഴയത് സംഹിതയും ഏറ്റവും ഇളയത് ഉപനിഷത്തുക്കളുമാണ്. സാമവേദ സംഹിത ഒരു പാഠമായി വായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, മറിച്ച് കാതുകൾക്കിമ്പമുള്ള സംഗീതാത്മകമായ രേഖകളാണ്. സാമവേദത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. 1-ാം ഭാഗത്തിൽ ഗാനരാഗങ്ങൾ ഉള്ളപ്പോൾ 2-ാം ഭാഗത്തിൽ 3 ശ്ലോകങ്ങളുള്ള ആർച്ചിക എന്ന പുസ്തകം അടങ്ങിയിരിക്കുന്നു. ആർച്ചിക പുസ്തകത്തിലെ ഒരു വാക്യം പാട്ടുപുസ്തകത്തിലെ ഈണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാനശേഖരത്തെ ഗ്രാമഗേയ, ആരണ്യഗേയ എന്നീ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതേസമയം ആർച്ചിക വിഭാഗത്തെ പൂർവാർച്ചിക, ഉത്തരാർച്ചിക എന്നീ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. പുസ്തകത്തിലെ പൂർവാർച്ചിക എന്നീ വിഭാഗത്തിൽ 585 ഒറ്റഖണ്ഡ കാവ്യങ്ങളുണ്ട്. അവ ദേവതകളാൽ രൂപീകരിക്കപ്പെട്ടതാണ്. അതേസമയം ഉത്തരാർച്ചിക ഭാഗം ആചാരങ്ങളാൽ ക്രമീകരിച്ചിരിക്കുന്നു. ഗാനഗേയ മധുരഗാനങ്ങൾ പൊതുപാരായണങ്ങൾക്കുള്ളതാണ്. ആരണ്യഗേയ മധുരഗാനങ്ങൾ ഒരു വനത്തിൽ മാത്രമുള്ളതുപോലെ ഏകാന്തമായ ധ്യാന ഉപയോഗത്തിനുള്ളതാണ്. പൂർവാരിക ശേഖരം സാധാരണയായി ഗ്രാമഗേയ ജ്ഞാനസൂചികയിൽ നിർവചിച്ചിരിക്കുന്ന മധുരഗാനങ്ങൾക്കനുസരിച്ചാണ് പാടിയിരിക്കുന്നത്. കൂടാതെ ശ്ലോകങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചുള്ളതാണ് എന്നതിൻ്റെ മാനദണ്ഡം പുഷ്പസൂത്രം പോലുള്ള സംസ്കൃത രചനകളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്.